നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. താളമേള വാദ്യവർണ്ണവിസ്മയങ്ങളുടെ പൂരാവേശത്തിൽ തൃശൂർ. പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാരും 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവീദേവന്മാരും വടക്കുന്നാഥനെ വണങ്ങാനെത്തി. രാവിലെ 7:30 കണിമംഗലം ശാസ്താവാണ് ആദ്യം എഴുന്നള്ളിയത്. തുടർന്ന് ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുമെത്തി. ജനസാഗരമാണ് പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. 11 മണിയോടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് ഇലഞ്ഞിത്തറ മേളവും വൈകിട്ട് 5:30 കുടമാറ്റവും നടക്കും. ബുധനാഴ്ച പുലർച്ചെ 3 ഗംഭീര വെടിക്കെട്ടുമുണ്ടാകും. പൂരത്തിന് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 500 CCTV ക്യാമറകളാണ് പോലീസ് സജ്ജമാക്കിയിരിക്കുന്നത്. തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും രാവിലെ 6 മുതൽ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചു. സ്വരാജ് റൗണ്ടിലേക്ക് യാതൊരുവിധ വാഹനങ്ങളും കടത്തിവിടില്ല. സ്വകാര്യ വാഹനങ്ങൾക്ക് റൗണ്ടിന്റെ ഔട്ടർ റിംഗ് വരെയാണ് പ്രവേശനാനുമതി. കുന്നംകുളത്ത് സഹപ്രവർത്തകരുടെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന അതിഥി തൊഴിലാളി മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി പ്രഹ്ലാദ് സിംഗാണ് മരിച്ചത്. സംഭവത്തിൽ സഹപ്രവർത്തകരായ 20 വയസ്സുള്ള രാമാനന്ദ, 21 വയസ്സുള്ള രബേന്ദ്രകുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിഞ്ഞുവരികയാണ്. കഴിഞ്ഞ മാർച്ച് 14-നാണ് കേസിനാസ്പദമായ സംഭവം. തെങ്ങുകയറ്റ തൊഴിലാളികളായ ഇവർ താമസിച്ചിരുന്ന കുന്നംകുളം നടുപ്പന്തിയിലെ വാടക വീട്ടിൽ വെച്ചാണ് സംഘർഷമുണ്ടായത്. ആയുധങ്ങൾ ഉപയോഗിച്ചു നടത്തിയ ക്രൂരമായുള്ള മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രഹ്ലാദ് സിംഗ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തുടർന്ന് മധ്യപ്രദേശിലെ ആശുപത്രിയിലും ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അറസ്റ്റിലായ പ്രതികൾ സഹോദരങ്ങളാണ്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തിയായ ശതോത്തര സുവർണ ജൂബിലി സ്മാരക ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനവും ശിലാഫലകം അനാച്ഛാദനവും ആശീർവാദ കർമ്മവും നടന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനവും വെഞ്ചിരിപ്പ് കർമ്മവും നിർവഹിച്ചു. ഓപ്പൺ സ്റ്റേജിന് സാൻജോ സ്ക്വയർ എന്ന നാമകരണം നടത്തിയതിന്റെ പ്രഖ്യാപനവും റെക്ടർ നിർവഹിച്ചു. സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ചടങ്ങിൽ അധ്യക്ഷനായി. വിവാഹ സുവർണ ജൂബിലി സ്മാരകമായി സ്റ്റേജ് സ്പോൺസർ ചെയ്ത VKG ഗ്രൂപ്പിന്റെ ചെയർമാൻ VK ജോർജിനെയും സഹധർമ്മിണി പ്രസ്തീന ജോർജിനെയും ചടങ്ങിൽ ആദരിച്ചു. മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, കൺവീനർ VV ജോർജ്, ഭാരവാഹികളായ KJ വിൻസെന്റ്, പിയൂസ് പുലിക്കോട്ടിൽ, വിൽസൺ നീലങ്കാവിൽ, VKG ഗ്രൂപ്പ് ഡയറക്ടർ VG ബാസ്റ്റ്യൻ, NJ ലിയോ, സേവിയർ അർക്കൽ, ജെറോം ബാബു, സേവിയർ കുറ്റിക്കാട്ട് എന്നിവർ സംസാരിച്ചു. VKG ഗ്രൂപ്പ് ചെയർമാൻ VK ജോർജ് ആദരവിന് മറുപടി പറഞ്ഞു. തുടർന്ന് നടന്ന കലാസന്ധ്യയിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം മേഘ്ന സുമേഷ് നയിച്ച സംഗീത സന്ധ്യയും ഗാനമേളയും അരങ്ങേറി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന്റെ പ്രധാന ചടങ്ങായ നേർച്ചയൂട്ടിനുള്ള പാചകപ്പുര വെഞ്ചരിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ ആശീർവാദത്തിനു ശേഷം അടുപ്പിലേക്ക് അഗ്നി പകർന്നു. 1.5 ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത്. ഊട്ടുസദ്യയിൽ ചോറ്, സാമ്പാർ, ഉപ്പേരി, ചെത്തുമാങ്ങ എന്നിവയാണ് വിളമ്പുക. മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, കൺവീനർമാരായ KD ജോസ്, VR ജോൺ, ആൽബർട്ട് തരകൻ, ജോയിന്റ് കൺവീനർമാരായ സാബു ലൂവിസ്, PJ വിൻസെന്റ്, KO ബാബു, AV ജോളി, ഡേവിസ് തെക്കേക്കര, ദേവസി മാടവന എന്നിവർ സന്നിഹിതരായിരുന്നു. പാവറട്ടി സ്വദേശി സമുദായ മഠത്തിൽ വിജയനാണ് രുചിവട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ശനിയാഴ്ച രാവിലെ 10 നേർച്ച ഭക്ഷണം ആശീർവദിക്കും. തുടർന്ന് ആരംഭിക്കുന്ന ഊട്ടുസദ്യ ഞായറാഴ്ചയും തുടരും. കാലത്ത് 10 മണിക്കുള്ള നൈവേദ്യ പൂജയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് നമ്മൾ വിതരണം ചെയ്യുന്നതാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇന്ന് മുതലുള്ള ഈ വീട്ടുകാരയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് സർവീസിൻ്റെ കൺവീനർ VR ജോണും, അതുപോലെ അരിവെപ്പ് ഞാനും, ജോൺ കൺവീനർ സാബു ലൂയിസ് തുടങ്ങിയ കമ്മിറ്റി അംഗങ്ങളാണ് ഈ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. തിരുനാൾ ഭംഗിയായി നടത്തുവാനും ഭക്തജനങ്ങൾക്ക് അണ്ടത്തോട് ബീച്ചിൽ വേണ്ടത്ര പഠനങ്ങൾ നടത്താതെ അശാസ്ത്രീയമായി 500 മീറ്റർ മാത്രം നിർമ്മിക്കുന്ന കടൽഭിത്തിക്കെതിരെ ഇറിഗേഷൻ വകുപ്പ് ജില്ലാ സൂപ്രണ്ടിംഗ് ഓഫീസർക്ക് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി. 500 മീറ്റർ മാത്രം നിർമ്മിക്കുന്ന കടൽഭിത്തി പ്രദേശത്തെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുമെന്നും കടൽ കയറി കുടിവെള്ള സ്രോതസ്സുകൾക്ക് പോലും ഭീഷണിയാകുമെന്നിരിക്കെ ശാശ്വത പരിഹാരത്തിനായി ആവശ്യമായ പഠനം നടത്തണമെന്ന് സമരസമിതി നേതാക്കൾ ഉദ്യോഗസ്ഥരെ ബോധിപ്പിച്ചു. സമരസമിതി നേതാക്കളായ AM അലാവുദ്ദീൻ, AK മൊയ്തുണ്ണി, V അബ്ദുസമദ്, CU മുസ്തഫ, KM ഷാഹിദ്, റാഫി മാലിക്കുളം തുടങ്ങിയവരും ജനപ്രതിനിധികളായ മന്നലാങ്കുന്ന് മുഹമ്മദുണ്ണി, KH ആബിദ് എന്നിവരും സന്നിഹിതരായി. BJP സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് 20 നടക്കുന്ന പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനായി എളവള്ളി പഞ്ചായത്ത് ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ നടത്തി. ചിറ്റാട്ടുകരയിൽ നടന്ന കൺവെൻഷൻ CITU ജില്ലാ കമ്മിറ്റി അംഗം CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. CK രമേശ് അധ്യക്ഷനായി. PG സുബിദാസ്, TD സുനിൽ, PV അശോകൻ,
PA ഷൈൻ, NB ജയ എന്നിവർ സംസാരിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി മെയ് 16-ന് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നതിന് കൺവെൻഷൻ തീരുമാനിച്ചു. ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതി വേലൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാസ്വേ സോക്കർ ലീഗ് 4ാം എഡിഷന് തുടക്കമായി. ലഹരി വസ്തുക്കളെ അകറ്റി നിർത്താൻ ഫുട്ബോളിനെ ലഹരിയാക്കാമെന്ന ആശയത്തോടെ ഗ്രാസ്വേ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാസ്വേ പ്രസിഡന്റ് രാം പാണ്ഡെ അധ്യക്ഷനായി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KM വിനോദ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. തുടർന്ന് ടൂർണമെന്റിൽ പങ്കെടുത്ത മുഴുവൻ കളിക്കാരും സംഘാടകരും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. സംഘാടനത്തിന് AJ മെജോ നേതൃത്വം നൽകി. ചടങ്ങിൽ സെക്രട്ടറി റിൻസി തോമസ് നന്ദി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന മത്സരങ്ങളിൽ ടീം റൊസാരിയോ ആൽഫ എംപയർ ടീമിനെ 1-നെതിരെ 7 ഗോളുകൾക്കും ഒസാക്ക ടീമിനെ 1-നെതിരെ 4 ഗോളുകൾക്കും തോൽപ്പിച്ചു. മെയ് 25 വരെ മത്സരങ്ങൾ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വഖഫ് സ്വത്തുക്കൾ RSSന് അടിയറ വയ്ക്കില്ല, ഭരണഘടനാ വിരുദ്ധ വഖഫ് നിയമം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് സംരക്ഷണ സമ്മേളനം നടത്തി. മുക്കിലപ്പീടിക സെന്ററിൽ നടത്തിയ പരിപാടി SDPI ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ നാസർ പരൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. അഫ്സൽ ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി ഷഫീദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അഷ്റഫ്, മണ്ഡലം പ്രസിഡന്റ് PR ഷക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി നവാസ് സ്വാഗതവും ബഷീർ പറയങ്ങാട് നന്ദിയും പറഞ്ഞു. പെരുമ്പടപ്പ് വടക്കൂട്ട് ഇത്തിഹാദ് ദർസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്മാർട്ട് പ്ലസ് തസ്കിയ സൈക്കോളജിക്കൽ ക്യാമ്പ് സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടത്തിയത്. ഇതോടൊപ്പം 8ാം ക്ലാസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്കു മാത്രമായി ഏകദിന ക്യാമ്പും നടത്തിയിരുന്നു. സമാപന ക്യാമ്പ് ഡോക്ടർ റിയാസ് ആലുവ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഫലൽ നയീമി ജിഫ്രി അൽ വടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. സൈക്കോളജിക്കൽ ട്രെയിനർ സലീം പയ്യോളി, ഹനീഫ ഹാജി, ഉമറുൽ ഫാറൂഖ്, തൻവീർ സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനം മെയ് 29, 30, 31 തീയതികളിലായി ചാവക്കാട് വെച്ച് നടക്കും. ഇതിന്റെ ഭാഗമായി ചാവക്കാട് ഡിവിഷൻ പ്രവർത്തക കൺവെൻഷൻ നടത്തും. ഹോച്ചിമിൻ മന്ദിരത്തിൽ നടത്തിയ കൺവെൻഷൻ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ്, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നേതാക്കളായ TM ഹനീഫ, KS അനിൽകുമാർ, റീന കരുണൻ, ഉമ്മർ മനാഫ് എന്നിവർ സംസാരിച്ചു. 29-ന് പതാക ജാഥയും കൊടിമര ജാഥയും, 30, 31 തീയതികളിൽ പ്രതിനിധി സമ്മേളനവും, 31-ന് വൈകിട്ട് ബഹുജന പ്രകടനവും പൊതുസമ്മേളനവുമാണ് നടക്കുക. മുതിർന്ന കോൺഗ്രസ് നേതാവും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്ന KS ദാസന്റെ 26ാം ചരമവാർഷികം കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ജില്ലയിലെ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനും തീരദേശവാസികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനത്തിനും നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു KS ദാസനെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ KD വീരമണി, ഫൈസൽ ചാലിൽ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖ് അലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ KM ഇബ്രാഹിം, PA നാസർ, ആച്ചി ബാബു, PK നിഹാദ് എന്നിവർ പ്രസംഗിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികൾക്കായുള്ള അനുബന്ധ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കസേര, അലമാര, വെയിങ് മെഷീൻ എന്നിവയാണ് വിതരണം ചെയ്തത്. വെള്ളാറ്റഞ്ഞൂർ 85-ാം നമ്പർ അങ്കണവാടിയിൽ നടന്ന ചടങ്ങിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, ICDS സൂപ്പർവൈസർ സഹീറ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബയോകെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടി ഹഫ്സ ഷിഹാബ്. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KM ഷിഹാബിന്റെ ഭാര്യയാണ്. മേടത്തൂർ കോടനാട് കാട്ടത്തയിൽ അലി ഹാജി സുഹറ ദമ്പതികളുടെ മകളാണ്. ഇഷാൽ പർവീൻ മകളാണ്. CCC ഗുരുവായൂർ ഭാർഗവൻ പള്ളിക്കര സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ വടകര വരദ അവതരിപ്പിക്കുന്ന അമ്മ മഴക്കാർ നാടകം അരങ്ങേറും. ബുധനാഴ്ച വൈകിട്ട് 7-ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് നാടകാവതരണം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,025 രൂപ, പവന് 72,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം. എരുമപ്പെട്ടി തിപ്പല്ലൂർ വീട്ടിൽ പരേതനായ അപ്പുണ്ണിയുടെ ഭാര്യ കമലാക്ഷി നിര്യാതയായി. 76 വയസ്സായിരുന്നു. ജനാർദ്ദനൻ, പ്രകാശൻ, അജിത, സിന്ധു, ജയൻ, വിജയൻ, രജനി, രാജി, സുഷമ, രാജൻ എന്നിവർ മക്കളാണ്. സംസ്കാരം ചെറുതുരുത്തി പള്ളത്ത് നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.